നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ല കിടക്കാച്ചി കൂൺ കറിയാണ്. നല്ല നാടൻ കൂണ് കറി, വല്ല ബട്ടർ മഷ്റൂം ഒന്നല്ല, നല്ല നാടൻ നമ്മുടെ പറമ്പിലുണ്ടായ കൂണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കൂൺ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു ഇന്നാണ് ഞാൻ കൂൺ കറി വെക്കണേന്നുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കൂൺ കറി വെക്കണേന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമ്മള് ഇവിടെ ഓൾറെഡി നന്നാക്കി വെച്ചിരിക്കുന്ന കൂണാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ തന്നെ കൂൺ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ കൂണാന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പറമ്പിൽ നിന്ന് കൂൺ പറിക്കുന്നതും ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്നുള്ളതും നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ അവിടെ കൊടുത്തേക്കാം. കൊടുക്കൂലോ അല്ലെ? അപ്പോ നമ്മൾ ആ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. അപ്പൊ നമ്മളിത് നന്നാക്കി വെച്ചതാണ്. അപ്പൊ നന്നാക്കുമ്പോൾ നമ്മൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടായിരുന്നു. അതാണ് ഇതിങ്ങനെ മഞ്ഞ കളറിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിലത്തെ വെള്ളം എല്ലാം കളഞ്ഞ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ നന്നാക്കിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചു. ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് കൂണ് ഇപ്പോ ഞാൻ ഇങ്ങനെ ബട്ടർ മഷ്റൂം ഒന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. നമ്മൾ ഇതുപോലെ കിട്ടുന്ന മഷ്റൂം മാത്രമാണ് ഉപയോഗിക്കാറ്. അപ്പൊ കിട്ടി കഴിഞ്ഞിട്ട് വെച്ചാൽ പല ഓപ്ഷൻസ് ആണ്. അങ്ങനെ വെക്കി, ഇങ്ങനെ വെക്കി, നാടൻ വെക്കുക, നമ്മൾ നാളികേരക്കൊത്ത് ഇട്ട് വെക്കുക, അങ്ങനെ പല പല ഓപ്ഷനാണ്. അപ്പൊ ഞാൻ ഇന്ന് എന്ത് ചെയ്തു, ആദ്യം വിഷമം ആരും പറഞ്ഞ അനുസരിച്ചില്ല എന്ന് വെച്ചാൽ ഒരു കൂട്ടി വെപ്പനെയാണ് പോകുന്നത്. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇതിലേക്ക് ഞാനിപ്പോ എടുത്തിരിക്കുന്നത് ഒരു 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാള തന്നെയാണ്. അപ്പൊ വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. പിന്നെ ഒരു 3 പച്ചമുളക് അത്യാവശ്യം എരിവുള്ളത് എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു അര കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണം ഇഞ്ചി, ഇത് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില. ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ പറയാട്ടോ. എല്ലാം കൂടി ഒരുമിപ്പിച്ച് വെച്ച് നമ്മൾ ചെയ്തു വരുമ്പോഴേക്കും ഒരുപാട് ടൈം വരും. അപ്പൊ ഞാൻ ഏകദേശം അത്യാവശ്യം ആദ്യത്തിന് വേണ്ട സാധനങ്ങൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നാളികേരം പാൽ എടുത്തിട്ടുണ്ട്. അപ്പൊ നാളികേരം പാൽ എന്ന് പറഞ്ഞാൽ അരമുറി, ഒരു ചെറിയ നാളികേരത്തിന്റെ അരമുറി നാളികേരത്തിന്റെ പാലാണിത്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക, അല്ലാണ്ട് 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നും ഇല്ല. മൊത്തത്തില് ഒന്ന് അടിച്ചെടുത്തതാണ്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ അതിന് പോകുന്ന മുമ്പ് തന്നെ വേറെ ഒരു ഐറ്റം പറഞ്ഞത്, നമ്മൾ നാടൻ വെപ്പാണെന്ന് വെച്ചാൽ നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ട് വെക്കും. അപ്പോ നമ്മൾ ഇപ്പൊ ഇത് മസാല പോലെ ഗ്രേവി ആയിട്ടുള്ള ഒരു ടൈപ്പിലേക്കാണ് വെച്ചത്. അപ്പൊ ഞാനിതിൽ നാളികേരക്കൊത്ത് ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് നാളികേരക്കൊത്ത് എടുക്കേണ്ടി വരും. അപ്പൊ നാളികേരക്കൊത്ത് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഒന്നെങ്കിൽ ഇതൊക്കെ തട്ടിപ്പൊട്ടിച്ചിട്ട് നമുക്ക് നാളികേരക്കൊത്ത് എടുക്കാം. അതല്ല എന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ നാളികേരമുറി ഫ്രീസറിനകത്ത് വെക്കുക. ഫ്രീസറിനകത്ത് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഇതിങ്ങനെ പൊളിച്ച് കിട്ടും. നമ്മൾ തീ ഓണാക്കി കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സാധാരണ ബട്ടർ മഷ്റൂമിനൊക്കെ പെട്ടെന്ന് തന്നെ വേവും എന്നാണ് പറയാ. നമ്മുടെ നാടൻ കൂണെന്ന് പറഞ്ഞിട്ട് വെച്ചാൽ അത്യാവശ്യം ഞാൻ കേട്ടെടുത്തോളം എല്ലാവരും പറഞ്ഞു കേട്ടിരിക്കുന്നത് ബീഫിന്റെ ഒക്കെ ഒരു വേവാണ് കൂണിനെന്നാണ്. പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം വേവുണ്ട്. നന്നായി വേവിച്ച് കഴിച്ചില്ലെങ്കിൽ നമുക്ക് വയറുവേദന അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരും. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും കുക്കറിലാണ് ചെയ്യുന്നത്. നമുക്ക് വേഗത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പൊ കുക്കർ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. നന്നായി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് നമ്മൾ ആദ്യം ഇടുക. ഞാൻ ആ ഇട്ട വീഡിയോ പെട്ടെന്ന് തന്നെ അത് ഇതിൽ റെക്കോർഡായിന്ന് വിചാരിച്ചു. പക്ഷേ റെക്കോർഡായിട്ട് അതിൽ അത് നമുക്ക് വീണ്ടും കാണിച്ചു തരാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. പക്ഷെ അത് അത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇട്ട് കൊടുക്കുക. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. സവാള ഇട്ടതിന് ശേഷം അല്ലാണ്ട് തന്നെ മുമ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അതിന് ശേഷം സവാളയും പിന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല കേട്ടോ. കണ്ടില്ല എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ സവാളയൊക്കെ ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മളിതിൽ നാളികേരം പാല് ചേർക്കുന്നത് കൊണ്ട് തന്നെ മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം. നാളികേരം പാല് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനൊരു കളറിന് ഒരു വൈറ്റ് കളർ ഫീൽ ചെയ്യും. അപ്പൊ അത് കാരണം തന്നെ നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടാം, കാണുമ്പോൾ നല്ലൊരു ലുക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ എരിവിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇവിടുത്തെ ചെറിയ ടീസ്പൂണാണ്, അതിൽ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ കുറവാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അവസാനം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അതേ ടീസ്പൂൺ കൊണ്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-2.5 ടീസ്പൂൺ. കാശ്മീരി മുളക് പൊടിക്ക് അത്ര എരിവൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കട്ടെ. അപ്പൊ ഞാനിപ്പോ ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ വലിയ ടീസ്പൂൺ ആണെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരുപാടൊന്നും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ട. നമ്മൾ മുളക് പൊടി എടുത്ത ടീസ്പൂണിൽ തന്നെ ഒരു 2 ടീസ്പൂൺ, അതായത് ചെറിയ ടീസ്പൂൺ കൊണ്ട് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. വലിയ ടീസ്പൂൺ ആണെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും കേട്ടോ. മല്ലിപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്നായി വരുമ്പോൾ മാത്രം ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പൊടികൾ വന്നപ്പോൾ അതൊന്ന് മൂത്ത് വരാനുള്ള ഓയിൽ കുറവാണ്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ ഇത്ര ഓയിൽ മതിയാവും. അപ്പൊ ഇനി നമ്മൾ ഫ്ലെയിം ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിം ഇടരുത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടായാലേ നന്നായി മൂത്ത് വരുള്ളൂ. അല്ലേ ചിങ്ങ പെട്ടെന്ന് തന്നെ മുളക് പൊടിയുടെ ഒന്നെങ്കിൽ മുളക് പൊടി നന്നായി കളർ മാറും, ശരിക്കും മൂക്കില്ല. അപ്പൊ നമുക്ക് എരിവ് ഒരു കുത്തല് ഫീൽ ചെയ്യും. അപ്പൊ അത് കാരണം തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ മസാല ഒരുവിധം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ഒരു ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനത് ഹോം മെയ്ഡ് ഗരം മസാലയാണ് കേട്ടോ, അല്ലാണ്ട് വാങ്ങിച്ചതല്ല. പിന്നെ ഗരം മസാല നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടില്ലേ, അപ്പൊ ആ ടൈമിൽ നമുക്ക് ചെറിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, പിന്നെ അതുപോലെ തന്നെ ഒരു ഏലക്കായ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് പൊട്ടിച്ച് ഇട്ട് കൊടുത്താലും മതി. അപ്പൊ ചെറിയൊരു മസാലയുടെ മണം ഉണ്ടായിരിക്കും, ഒരുപാട് മസാല കുത്ത് ഉണ്ടാവൂല. അങ്ങനെയായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ എൻ്റെ കയ്യിൽ പൊടി ഇല്ലാച്ചെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കൂൺ ഇട്ട് കൊടുക്കാം. ഒന്ന് സിം ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൂണ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇന്നലെ ഞാൻ ഈ കൂണിലെ വെള്ളം എല്ലാം മാറ്റിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചേർന്നതാണ് കേട്ടോ. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് റാപ്പ് ചെയ്ത് വെച്ചാൽ മതി, ഇത് കുഴപ്പമുണ്ടാവില്ല. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പൊ കൂണിലേക്കുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. കൂണിലൊക്കെ പെട്ടെന്ന് ഉപ്പ് കയറി പിടിക്കും. അപ്പൊ അത് കാരണം ഉപ്പൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ബീഫൊക്കെ വയ്ക്കുമ്പോൾ, ഞാൻ ബീഫ് വയ്ക്കുമ്പോൾ അതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ലേ കുക്കറിനകത്ത് വേവിക്കുമ്പോൾ. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് മിക്സഡ് വെപ്പാണ്. ആർക്കാർക്കും പരാതി വേണ്ടെന്ന് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്നും അറിയാമല്ലോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം പാലൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ അത് വേണമെങ്കിൽ ഓപ്ഷനാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. പക്ഷെ നാളികേരം പാലിന്റെ ആ ഗ്രേവിയിലേക്ക് ഉണ്ടല്ലോ, ഗ്രേവി ആയിട്ടല്ല ഞാൻ എടുക്കണത്, വറ്റിച്ചിട്ട് ഞാൻ എടുക്കണേ. എങ്കിലും നമ്മുടെ ആ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നാളികേരം പാലുണ്ട് വെച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ മുറി നാളികേരത്തിന്റെ പാലാണ് ഒഴിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് തിളച്ചോട്ടെ. ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് അടച്ചു വെച്ചാൽ മതി കേട്ടോ. നാളികേരം പാൽ ഒഴിച്ചിട്ട് പെട്ടെന്ന് അടച്ചു വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ എണ്ണ തെളിയണ പോലെയൊക്കെ ആവും. അപ്പോൾ അതുപോലെ പാലിങ്ങനെ പിരിഞ്ഞ പോലെയൊക്കെ ആവും. അപ്പോൾ അത് വേണ്ട, നമുക്കിത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം തന്നെ നല്ല തിക്ക് മസാല ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ പൊരിച്ചാണ്, പക്ഷെ മല്ലിയില ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ അത് കാരണം ഞാൻ ഇടുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടുള്ളൂ കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഒന്നൊന്ന് തിളച്ച് വരട്ടെ. അപ്പൊ നമ്മുടെ നാളികേരം പാലൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു സാധനം ഇടാൻ മറന്നു പോയിട്ടാ. നിങ്ങൾക്ക് ആരെങ്കിലും പറയാൻ പറ്റും എന്താന്ന്? തക്കാളി. നമ്മൾ തക്കാളി ഇട്ട് വഴറ്റാൻ മറന്നുപോയി, വലിയ പാചകം കഴിച്ചിട്ട്. അപ്പൊ ആദ്യമൊക്കെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ വീഡിയോ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതോടുകൂടി ആ വീഡിയോ അവസാനിപ്പിക്കും. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ നമ്മൾ തക്കാളി ഇടാൻ മറന്നു പോവാന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പൊ ബാക്കി നമ്മൾ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിന്റെ ഒപ്പം ചെയ്യുമ്പോൾ ഒരു ചെറിയ മാറ്റം ഉണ്ടാവുമായിരിക്കും. നമുക്ക് നോക്കി നോക്കാം എന്തെങ്കിലും പ്രശ്നം വരുമെന്ന്. അങ്ങനെ നമ്മൾ സാധാരണ പാചകം ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഇത് വരാറില്ല. ഇപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്ത് 2 തക്കാളി നമ്മൾ അരിഞ്ഞത് വെച്ച് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തക്കാളി ഞാൻ മിക്സി ജാറിനകത്തിട്ട് അടിച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ വേഗമാവും. അതല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്സി അടിച്ച് വരണതൊക്കെയാണ്. എന്നാലും പച്ചക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇതേ വലുപ്പത്തിൽ തന്നെ നിൽക്കും. നമുക്കിത് നന്നായിട്ടൊന്ന് അലിഞ്ഞു ചേരുന്ന രീതിയിൽ ആവാൻ വേണ്ടിയിട്ടാണ് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
ഇപ്പം നമ്മുടെ തക്കാളി ഒരുവിധമൊക്കെ നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് പരിവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി ഇത് ഇനി കുക്കറിൽ വെച്ചിട്ട് ആയാൽ മതി. അപ്പം നിങ്ങൾ തക്കാളി ഇടുന്ന സമയം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ മല്ലിപ്പൊടി മുളക് പൊടിക്ക് ഇട്ടിട്ട് മൂത്ത് വരില്ലേ, ആ ടൈമിൽ വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ. അതിന് മുമ്പ് ഞാൻ തക്കാളി ഇടാറില്ല കേട്ടോ. കാരണം തക്കാളിയിലെ വെള്ളമൊക്കെ കാരണം നമുക്കത് കറക്റ്റായിട്ട് മൂത്ത് കിട്ടില്ല എന്ന് തോന്നും. അപ്പം അത് കാരണം അതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി കിടന്ന് തിളച്ചു. ഇനി നന്നായി ഒന്ന് തിളച്ച് ഒരുവിധം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇത് മിക്സ് ആയിട്ട് വരട്ടെ. ഇപ്പം നമ്മുടെ നാളികേരം പാലൊക്കെ നന്നായി തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ട് ഇത്രയും ടൈം ഞാൻ വെക്കാൻ കാരണം എന്താ വെച്ചാൽ നാളികേരം പാൽ ഇത്തിരി വെള്ളം കൂടി തോന്നണു. കാരണം നല്ലവണ്ണം വെള്ളം പോലെയായി. അപ്പം എനിക്ക് തോന്നി കുക്കറിനകത്ത് വെച്ച് വിസിലൊക്കെ അടിച്ച് വരുമ്പോൾ ആകെ ഇതാവും തോന്നി. അപ്പം ഞാൻ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരമൊക്കെ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഇതിലത്തേക്ക് ഇതായി വന്നു. അപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ആകെ കഞ്ഞിയായിട്ടിരിക്കണ പോലെയൊക്കെ തോന്നും. പക്ഷെ ഇത് വെന്തിട്ടില്ല. നമ്മൾ ഒരു വിസില് എന്തായാലും നമുക്ക് അടുപ്പിക്കാം. ഇപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ തിളപ്പിക്കുന്ന ടൈം ഉണ്ടല്ലോ, നന്നായി ഇളക്കി കൊടുത്തോളൂ, അല്ല ചിങ്ങ അടി പിടിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു വിസില് വരണ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഇത് ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത് അതിൻ്റെ എയർ ഒന്ന് പോവണ വരയ്ക്ക് ഇതായി വരുമ്പോഴേക്കും അതിൻ്റെ എയർ പോയിക്കോളും. അത്ര ഒരു ടൈമാണ് നമുക്ക് വേണ്ടു. ഇനി ഇത് നമ്മൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ട് വെച്ചെങ്കിൽ തന്നെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി വരാനും ഒക്കെ എളുപ്പമായിരിക്കും. അല്ല എന്നിട്ട് വെച്ചെങ്കിൽ നമ്മളിപ്പോൾ ബീഫ് അതിലൊക്കെ ഇതുപോലത്തെ മൺചട്ടിയിലൊക്കെ വേവിച്ചെടുക്കുന്നതാണ്. അങ്ങനെ വേവിച്ചെടുത്താലും മതി. അതിന് ടേസ്റ്റ് വേറെയാണ്. പക്ഷെ ഒരുപാട് ടൈം വേണ്ടി വരുന്നത് മാത്രം. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 10-15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഞാൻ ഒരു ചെറിയ നാളികേരത്തിൻ്റെ ഇതുപോലെ നാളികേരക്കൊത്താക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നാളികേരക്കൊത്താക്കി എടുക്കുക. ഇത്രയും അഞ്ഞ് വേണ്ടോ. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. അപ്പോൾ നമ്മൾ നാളികേരും ഉള്ളി അതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ആയി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുക്കറിലെ ഐറ്റം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പം അത്യാവശ്യത്തിന് വെള്ളം ഗ്രേവി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അത് ഈ നമ്മുടെ മൺചട്ടി ആയ കാരണം തന്നെ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും. അതിലാ നിങ്ങൾക്ക് ഇങ്ങനെ വിത്ത് ഗ്രേവി ആയിട്ട് കഴിക്കാൻ ഇഷ്ടം വെച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിരിക്കുന്ന യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അതൊക്കെ നമുക്ക് ഇത് പുലർന്ന് കിടക്കുന്ന ആ ഒരു രീതി ഒന്നല്ല. നമ്മൾ നാളികേരക്കൊത്തൊക്കെ ഇട്ട് അത്യാവശ്യം ഗ്രേവി ആയുള്ള ഒരു ടൈപ്പ്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മലയാളി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല അടിപൊളി തന്നെയാണ്. നമ്മളിതിൻ്റെ ടേസ്റ്റ് ഒക്കെ നോക്കി എരിവ് കുറവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് പൊടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് നൈസായിട്ട് പൊടിയല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട്. അപ്പം ഞാൻ ഇതിൽ എരിവൊക്കെ ഒന്ന് നോക്കിയോട്ടെ. അത്യാവശ്യത്തിന് എരിവൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് കത്തി ജ്വലിച്ച് നിൽക്കണമൊന്നുമില്ല. അപ്പം വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇതുപോലെ ക്രഷ് ചെയ്തത് ഓക്കെ, 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര മതി, ഒരുപാടൊന്നും വേണ്ട. എരിവ് കൂടി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും. അപ്പോൾ ഇതേത് ഒരുവിധമായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉപയോഗിക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഞാനിവിടെ വെച്ചിട്ട് ഓഫ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.